സഹോദരന്മാരെ, ഇന്നലെ ഉച്ചതിരിഞ്ഞതു മുതൽ കേരളത്തിലെ മാധ്യമങ്ങളും അതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന വിഷയം UDF സർക്കാർ, പ്രത്യേകിച്ച് വടശ്ശേരി ദാമോദരൻ മകൻ VD സതീശൻ നേതൃത്വം നൽകുന്ന UDF സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെക്കാൻ വേണ്ടി തീരുമാനിച്ച്, PM ശ്രീ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ച് എന്ന വാർത്തയാണല്ലോ. അതിന് വലിയ അതിശയമൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം RSSന്റെ BJPന്റെ നയനിലപാടുകൾ കൃത്യമായിട്ട് ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവർ മുമ്പേ തീരുമാനിച്ചതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 102 സീറ്റ് ഇവർക്ക് കിട്ടിയത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് അവർ നടപ്പാക്കിക്കൊണ്ടേയിരിക്കും. ഓരോ വിഷയങ്ങളും അങ്ങനെയാണ്. വെറും PM ശ്രീ മാത്രം നിങ്ങൾ കാണണ്ട. VC നിയമനം ഗവർണറുടെ അധികാര പരിധിയിൽ പെട്ടതാണെന്നല്ല പറയൂ. അതിനെക്കുറിച്ച് ഈറ്റുകൾ ഒരൊറ്റ അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. VC പോയിട്ട് RSSന്റെ 100ാം വാർഷിക പരിപാടിയിൽ സംബന്ധിക്കുമ്പോ മുണ്ടാട്ട ഇല്ലാതെ ഇവർക്ക് മുണ്ടാൻ കഴിയില്ല. കാരണം ഇവരെ വാല് RSSന്റെ അമ്മിന്റെ അടിയിലാണ്. അത് വെച്ചിട്ടാണ് ഇവരെ ഇലക്ഷൻ നേരിട്ടതും 102 സീറ്റ് കിട്ടിയതും എല്ലാം. അതുകൊണ്ടൊന്നും മിണ്ടാൻ വേണ്ടി പറ്റൂല. പിന്നെ മറ്റൊരു കാര്യം, പലരും പറയുന്നത് കേട്ട് മുസ്ലിം ലീഗ് സമുദായത്തെ വഞ്ചിച്ചു PM ശ്രീ നടപ്പാക്കുന്നതിലൂടെ എന്നാണ് പറയുന്നത്. എല്ലാ സഹോദരന്മാരെ, ഈ മുസ്ലിം ലീഗുകാർ, ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഈ സമുദായത്തെ വഞ്ചിക്കാത്ത ഏതെങ്കിലും കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടാ? അവരിവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 70-75 വർഷക്കാലം ആയല്ലോ. ഈ കാലയളവിലുള്ള ഓരോ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിങ്ങള്. അവർ സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർക്ക് സമുദായത്തെ വഞ്ചിക്കാൻ 22 സീറ്റും 18 സീറ്റും 20 സീറ്റൊന്നും കിട്ടൂല. ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് അന്ന് ഇവരെടുത്ത തീരുമാനം എന്നാ? അന്ന് ഇവർ ചന്ദ്രികാ പത്രത്തിൽ എഴുതിയ ഫ്രണ്ട് പേരിൽ കൊടുത്ത വാർത്തയെന്ന നമ്മളെ മുന്തിയ സാധനം തങ്ങളവർകള് പ്രധാനമന്ത്രി നരസിംഹറാവുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ബാബരി മസ്ജിദ് പൊളിക്കൂല എന്നാ പറഞ്ഞത്. അതും കേട്ട് കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നവർ ഉണ്ടാണ്ടെന്ന് ഇല്ലേ? ഇതേപോലെ ആടുന്ന മുതൽ ഇങ്ങോട്ട് എടുത്ത് പരിശോധിച്ച് നോക്ക്. അതേപോലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ വാക്കുന്നതിനു ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുസ്ലിം ലീഗ് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയെന്നല്ല സമുദായത്തെ വഞ്ചിക്കാൻ. സമുദായത്തിന്റെ വായുവും വെളിച്ചവും ഭക്ഷണവും ഉപയോഗിച്ച് ജീവിക്കുന്ന വർഗാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഈ PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയേ. അന്ന് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, തലതൊട്ടപ്പന്മാർ മുതൽ ചെറിയ നേതാക്കന്മാർ വരെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയേ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നാ പറഞ്ഞേ, നമ്മൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ PM ശ്രീ നടപ്പാക്കൂല എന്നാന്ന് പറഞ്ഞേ അല്ലേ? ഷാജി തീപ്പൊരി പ്രസംഗവും ആ പ്രസംഗം കേട്ടിട്ട് ആവേശം കൊണ്ട് യൂത്ത് ലീഗുകാരുണ്ടല്ലോ ഇവിടെ. അദ്ദേഹം പറഞ്ഞ നമ്മൾ ഗാന്ധിജിയെയും മറ്റു പലരെയും നമ്മൾ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരൂ, നമ്മൾ PM ശ്രീയുടെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയൂ. ആ ചവറ്റുകൊട്ട ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഷംസുദ്ദീൻ, അദ്ദേഹത്തിന്റെ പേര് നോക്കണം നിങ്ങൾ. അദ്ദേഹം പറഞ്ഞല്ലോ PM ശ്രീയുടെ നടപ്പാക്കൂല എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്തേ ഇപ്പോൾ അവർ PM ശ്രീ നടപ്പാക്കുന്നത്? അതേപോലെ അവർ സമരം നടത്തിയിട്ട് അടികൊണ്ട താത്താനെ കണ്ടിട്ടില്ലേനാ? ഞാൻ മുമ്പൊരു വീഡിയോയിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു താത്ത, സമുദായത്തിന്റെ താത്ത, ആ താത്തയെല്ലാം അടി വാങ്ങിയ പോലീസുകാർ തൂക്കിയെടുത്തുകൊണ്ടപ്പോന്നില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ട് PM ശ്രീ അടുത്ത വർഷം നടപ്പാക്കുന്നത് RSS വൽക്കരിക്കുക എന്ന് പറഞ്ഞിട്ട്. ഇന്ന് RSS വൽക്കരണമൊന്നുമില്ല അവർക്ക്. ആ താത്താനെ മുണ്ടാട്ടം നിങ്ങൾ എവിടെയും കേൾക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് മുസ്ലിം ലീഗ് എക്കാലത്തും സമുദായത്തെ വഞ്ചിച്ചിട്ട് അവർക്ക് ഒറ്റൊരു പ്രശ്നമേ ഉള്ളൂ, അവർക്ക് പണവും അധികാരവും. ഇപ്പം PM ശ്രീ നടപ്പാക്കി കഴിഞ്ഞാൽ 1300 കോടിയോളം ഉറുപ്പിക കേന്ദ്രം കേരളത്തിന് കൊടുക്കും വരും. പിന്നെ എന്താ വേണ്ട? പിന്നെ RSS വൽക്കരണമല്ല, എന്ത് വൽക്കരണം നടത്തുന്ന? പണത്തിന് മുമ്പ് വരന്നും മറക്കൂല എന്ന് പറഞ്ഞല്ലോ. പണത്തിന് മുമ്പ് അധികാരത്തിന് മേലെയും ലീഗുകാർ മറക്കൂല, അവിടെ തന്നെ നിൽക്കൂ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്.